ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം, അതായത് ശനി ഗ്രഹം മീനം രാശിയിൽ ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പം ശനി മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണദോഷങ്ങൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ശനി വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും 10ഉം 11ഉം ഭാവാധിപനാണ് ശനി. ആ 10ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 12 സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് പ്രത്യേകിച്ച് വ്യയസ്ഥാനത്താണ് ആ ശനി സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനിയുടെ സമയമാണ്. ഇപ്പോൾ വ്യയസ്ഥാനത്ത് ചെലവിൻ്റെ സ്ഥാനത്താണ് ആ ശനി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ആ ശനി 12ാം ഭാവരാശിയിൽ വക്രത്തിൽ ആകുകയാണ്. പ്രത്യേകിച്ച് ഈ 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു 12 ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. ഇപ്പം ശനിയെ പ്രത്യേകിച്ച് ഗുരു ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് 12 ശനിയെ കൊണ്ടുള്ള ആ ദോഷം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ ആ ഗുരുവിൻ്റെ 12 ദൃഷ്ടി കൊണ്ട് കഴിയും. ശനി 12 വക്രത്തിലാകുമ്പോൾ, പ്രത്യേകിച്ച് വക്രശനി മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും 2, 6, 9 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശനി വക്രത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ചെലവ്, അതുപോലെ വിദേശ ബന്ധം, അതുപോലെ ആത്മീയ കാര്യങ്ങൾ, ഇവയിലൊക്കെ നമുക്ക് ഒരു റിവ്യൂ, ഒരു അവലോകനം നടക്കുന്ന സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടും ധനപരമായിട്ടും ഉള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് സമാശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 12 ശനി നമുക്ക് അല്പം ടെൻഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ശനി ധനച്ചെലവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർക്ക് ധനനഷ്ടത്തിന് സാധ്യത വരുത്തിയിട്ടുണ്ട്. തൊഴിൽപരമായിട്ട് ചെറിയ കുഴപ്പങ്ങളൊക്കെ ചിലർക്ക് വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നവർക്ക് ആ 12 ശനി വക്രത്തിലാകുമ്പോൾ നമുക്കതിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ആശ്വാസം ആ വക്രശനി കൊണ്ട് ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഉണ്ടാകും. ശനി 12 വക്രത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് അത് 11ാം ഭാവരാശിയുടെ ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് ഇച്ഛാപൂർത്തി സ്ഥാനത്തേക്കാണ് ആ ശനിയുടെ ദൃഷ്ടി വരുന്നത് എന്നും കൂടെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഹ്രസ്വകാലത്തേക്കെങ്കിലും നമുക്ക് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ചില അഭീഷ്ടമായിട്ടുള്ള ചില ഇഷ്ടകാര്യങ്ങൾ ഈ സമയത്ത് നിവർത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ നഷ്ടത്തിലായ ബിസിനസ്സൊക്കെ നമുക്ക് ലാഭകരമാക്കി മാറ്റുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽപരമായിട്ട് പുതിയ അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേർന്നു വരാം. തൊഴിൽ അന്വേഷകർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. ധനാഗമം പ്രതീക്ഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ സൗഹൃദങ്ങൾ വഴിയും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇവിടെ ഈ 10ാം ഭാവാധിപനാണ് ഈ ശനി എന്നുള്ളത് കൊണ്ട് ആ 10ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നിറവേറ്റപ്പെടാത്ത ചുമതലകൾ, ആ ചുമതലകൾ നിറവേറ്റുന്നതിനുള്ള ഒരു അവസരമാണ് ആ വക്രശനി നമുക്ക് നൽകുന്നത്. ഇപ്പോൾ കരിയർ തലത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സമയമായിരിക്കും. അങ്ങനെ കരിയർ തലത്തിൽ ഫോക്കസ് കൊടുക്കുക വഴി നമുക്ക് തൊഴിലിലെ
ആലസ്യമൊക്കെ മാറ്റി ഇപ്പോൾ പ്രൊമോഷനൊക്കെ നമുക്ക് വന്ന ഒരു കാലതാമസമൊക്കെ അതിജീവിക്കുന്നതിന് നമുക്ക് ആ വക്രശനി സഹായകമാകും എന്ന് പറയാം. പൊതുവെ നമുക്ക് സാമ്പത്തികമായ അച്ചടക്കത്തിലൂടെ നമുക്ക് ആ ധനവ്യയം കുറയ്ക്കുന്നതിന് ഉള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ ഈ പ്രത്യേകിച്ച് 12 ശനിയൊക്കെ വക്രത്തിലാകുമ്പോൾ ധനച്ചെലവ് കുറയ്ക്കുന്നതിനും നഷ്ടസാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാരകമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയും 12 ശനി. പ്രത്യേകിച്ച് 12 ശനി ആ പ്രയാസങ്ങൾ കുറയ്ക്കാൻ സഹായകമാകും. അതുപോലെ തന്നെ നമുക്ക് ഒറ്റപ്പെടൽ, ഒരു ഉറക്കക്കുറവ് ഒക്കെ, അല്ലെങ്കിൽ ബോഡി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പെയിൻ ഉള്ളവർക്ക് അതൊക്കെ പരിഹരിക്കുന്നതിനും അനുകൂല സമയമാണ്. ആധ്യാത്മിക ചിന്തയിൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കാൻ സഹായമാകും. ചെറിയ തോതിലെങ്കിലും നമുക്ക് ഒരു മാനസികമായിട്ട് നമുക്ക് ആ സമാധാനം കിട്ടാവുന്ന ഒരു സമയമാണ്. 7.5 ശനി കൊണ്ടുള്ള ആ ദോഷങ്ങളൊക്കെ നമുക്ക് കുറയും എന്ന് തന്നെ പറയാം. അതുപോലെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒരു വക്രശനിയൊക്കെ 2-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുടുംബത്തിലും അതുപോലെ ധനവിനിയോഗത്തിലുമൊക്കെ തന്നെ, അതുപോലെ സമ്പാദ്യത്തിലുമൊക്കെ തന്നെ നമ്മൾ ഒരു കെയർ കൊടുക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ വക്രശനി 6-ലൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പം ആരോഗ്യകാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. കടബാധ്യതകൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് വന്നിട്ടുള്ളവർക്ക് ആ ട്രബിള് കുറയ്ക്കുന്നതിനൊക്കെ അത് വഴിതെളിക്കും. അതുപോലെ നമുക്ക് ഈ പഠനത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ആലസ്യം ഒക്കെ മാറുന്ന സമയമാണ്. നമുക്ക് പ്രത്യേകിച്ച് വിദേശ യാത്രകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. ഉന്നത പഠനം വിദേശത്തൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവയിലുണ്ടായ തടസ്സങ്ങളൊക്കെ മാറും. മാത്രമല്ല ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു 12-ല് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അത് ഭാഗ്യതടസ്സങ്ങൾ മാറ്റും, ഈശ്വര കടാക്ഷം കൂട്ടും. അതുപോലെ വക്രശനി മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സമാശ്വാസം നൽകും എന്ന് തന്നെ പറയാം. ഭാഗ്യഭാവാധിപനായ ഗുരുവിൻ്റെ ആ ഗൈഡൻസ് പ്രത്യേകിച്ച് ഈ സമയത്തുണ്ടാകും. ധ്യാനത്തിലും ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൊടുക്കുന്നതും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുമൊക്കെ തന്നെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സഹായകമാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.